കൽപ്പാത്തി രഥോത്സവം പോലെ തന്നെ പാലക്കാട് ഫേമസ് ആയിട്ടുള്ള മറ്റൊരു ഐറ്റമാണ് രാമശ്ശേരി ഇഡലി. രാമശ്ശേരി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് ഇഡ്ഡലി ആവും അല്ലേ. രാമശ്ശേരിയിലെ പ്രധാന ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് ഇവിടുത്തെ പ്രധാന ഇഡ്ഡലിക്കട. ഇതുകൂടാതെ വേറെയും 1-2 കടകൾ കൂടെ ഉണ്ട്. നമ്മൾ സ്ഥിരമായി ഈ ഒരു കടയിൽ നിന്ന് തന്നെയാണ് പാർസൽ വാങ്ങാറും വന്നിരുന്ന് കഴിക്കാറും. പൊള്ളാച്ചി പാലക്കാട് റൂട്ടിൽ പാറ കഴിഞ്ഞ് കുന്നാച്ചി സ്റ്റോപ്പിൽ നിന്ന് അകത്തേക്കുള്ള വഴിയിലൂടെ 4 കിലോമീറ്റർ വന്നാൽ നമ്മുടെ സ്പോട്ടെത്തും. അങ്ങനെയല്ല പാലക്കാട് ടൗണ് വഴിയാണ് വരുന്നതെങ്കിൽ കൽമണ്ഡപവും ചന്ദ്രനഗറും കഴിഞ്ഞ് പുതുശ്ശേരി ജംഗ്ഷനിൽ നിന്ന് അകത്തേക്ക് 4 കിലോമീറ്റർ വന്നാൽ മതി. ഇതുവഴി ബസ് റൂട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിന്ന് പാർസൽ വാങ്ങാൻ വന്നതാണ്. ഇതാണ് രാമശ്ശേരി ജംഗ്ഷൻ കേട്ടോ. ഈ നിൽക്കുന്ന കാറും വണ്ടികളൊക്കെ ഇവിടെ കഴിക്കാൻ വന്നവരുടെ ആണെന്നാണ് തോന്നുന്നത്. കാരണം നല്ല തിരക്കുണ്ട് കേട്ടോ പുറത്ത്. നമ്മളെപ്പോലെ തന്നെ വേറൊരു അങ്കിളും ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അവിടെ. ഇതിവിടെ സ്ഥിരമാണ് കേട്ടോ. ഷൂട്ട് ചെയ്യാനായി മാത്രമൊക്കെ ആളുകൾ വരുന്നത് കണ്ടിട്ടുണ്ട്. നമ്മളങ്ങനെ അകത്തേക്ക് ചെന്ന് പാർസൽ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല തിരക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഓർഡർ ചെയ്തപ്പോൾ ഈ ചേച്ചി പറഞ്ഞു ഒരു 15 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാമെന്ന് കരുതി. അകത്ത് നല്ല തിരക്കുണ്ട്. ഇവിടെ ഇരുന്ന് ചൂടോടെ ഇഡലിയും കഴിച്ച് ചായയോ കാപ്പിയോ ഒക്കെ കുടിച്ച് അതൊരു പ്രത്യേക ഫീലാണ് കേട്ടോ. ഹോട്ടലിൻ്റെ വലിപ്പമൊന്നും ഒരു പ്രശ്നമല്ല. കാത്തു നിന്ന് ഭക്ഷണം കഴിച്ച് ആളുകൾ മടങ്ങുന്നുള്ളൂ കേട്ടോ. അകത്ത് വേറെയും ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ലൈവായി ഇഡലിയുടെ ടേസ്റ്റും മറ്റും എക്സ്പ്ലെയിൻ ചെയ്യാണ് കേട്ടോ. ജയറാം ഒരു സിനിമയിൽ പറയുന്ന പോലെ ഇഡലിയും ദോശയും ചേർന്നൊരു ഐറ്റമാണ് ഇത് എന്നാണ് ആ ഏട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാനും അതൊന്ന് ഷൂട്ട് ചെയ്തു അവർ ചെയ്യുന്നതൊക്കെ. ഇനി ഇത് ഉണ്ടാക്കുന്നത് കണ്ടാലോ. 2-3 ചേച്ചിമാർ ഒന്നിച്ചാണ് ഇത് അത്രയും ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഇന്ന് ഓൺലൈനിൽ രാമശ്ശേരി ഇഡ്ഡലി മേക്കറൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഇതിൻ്റെ ഓത്തൻറ്റിക് സ്റ്റൈൽ ഇതാണ്. ലൈവായി ഞാനും ഇത് ആദ്യമായി കാണുന്നതാണ്. ഒരെണ്ണം അടച്ചു വെച്ചു. അടുത്തത് വെന്തു. അത് തുറക്കുകയാണ് കണ്ടോ. സംഭവം മൺചട്ടിയിൽ കയറിങ്ങനെ കെട്ടി അതിൻ്റെ മീതെ തുണി വിരിച്ച് മാവൊഴിച്ച് ചെറുതായി ഒന്ന് പരത്തി കൊടുക്കും. കണ്ടില്ലേ കയറ്. താഴെ ഒരു അലുമിനിയം ചട്ടിയാണ് വെള്ളം ഒഴിച്ചത്. ആ വെള്ളം അങ്ങനെ തിളയ്ക്കുന്നുണ്ട്. അതിൻ്റെ ആവിയാണ് ഈ കയറിലൂടെ മീതയ്ക്ക് വന്നിട്ട് ഈ മാവ് അങ്ങനെയാണ് വെന്ത് കിട്ടുന്നത്. ഇങ്ങനെ 3 ചട്ടി മീതെ വെച്ച് അടച്ചു വെച്ചാണ് വേവിക്കുന്നത്. ഓരോന്നും പരസ്പരം ഒട്ടാതെ ആട്ടോ ചെയ്യുന്നത്. ഒരെണ്ണം അടച്ചു വെച്ച് അടുത്തത് തുറന്ന് വീണ്ടും ഇതേപോലെ ചെയ്യും. ഇതൊരു നോൺ സ്റ്റോപ്പ് പരിപാടിയാണ് കേട്ടോ. കാരണം പുറത്ത് അത്രയും തിരക്കുണ്ട്. പണ്ടൊക്കെ തുണിക്ക് പകരം ഇലയാണ് ഉപയോഗിച്ചിരുന്നത് കേട്ടോ. തിരക്കുള്ള സമയത്ത് ഇല ഉപയോഗിക്കുന്നത് പോസിബിൾ അല്ല എന്ന് പറയാൻ കേട്ടോ അവർ. അതുമല്ല ഇല അത്രത്തോളം അവൈലബിളും അല്ല ഇപ്പോൾ. പ്ലാച്ചി ഇലയായിരുന്നു അത്ര അവർ ഉപയോഗിച്ചിരുന്നത്. വാഴ ഇലയല്ല, പ്ലാച്ചി ഇല എന്ന് പറഞ്ഞു. കണ്ടില്ലേ ഒരേ സമയം എത്ര അടുപ്പുകളാണ് നോക്കൂ. ഇത് ഷൂട്ട് ചെയ്യാൻ എന്നെപ്പോലെ വേറെ 1-2 പേര് അവിടെ ഉണ്ടായിരുന്നു. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ പാർസൽ റെഡിയായി എന്ന് പറഞ്ഞ് വിളിച്ചു. ഇതേ ആ അങ്കിളാണ് പാർസൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പാർസൽ മേടിച്ച് വീടെത്തി. ഇവിടെ നിന്ന് 3 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ വീട്ടിലേക്ക്. വീടെത്തി ഇത് കണ്ടപ്പോൾ തന്നെ കുട്ടികളൊക്കെ എക്സൈറ്റഡ് ആയി. പാർസൽ തുറന്ന് ഇതൊക്കെ പാത്രങ്ങളിലാക്കിയിട്ടോ. സാമ്പാറുണ്ട്, തേങ്ങ ചട്നി ഉണ്ട്. പിന്നെ രാമശ്ശേരി ഇഡ്ഡലിയുടെ കൂടെയുള്ള സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇവരുടെ തന്നെ പൊടിയാണ് കേട്ടോ. ഇഡ്ഡലിപ്പൊടിയാണ്. പിന്നെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഉഴുന്ന് വടയും മേടിച്ചിട്ടുണ്ട്. അവിടെ തന്നെ ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ ഇതൊക്കെ ചൂടോടെ കിട്ടുമായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ താഴെ കഴിക്കാനിരുന്നു. പ്ലേറ്റിൽ ഇങ്ങനെ എല്ലാം ഒഴിച്ച് ഒന്നിച്ച് കുഴച്ച് കഴിക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം. ഇങ്ങനെ ഇഡലി പൊട്ടിച്ച് ഇതിൽ ഓരോന്നിലും മുക്കി കഴിക്കുന്നതിനേക്കാളും ഞാൻ സാമ്പാറും ചട്നിയും പൊടിയും എല്ലാം കൂടെ കുഴച്ചിട്ടാണ് കഴിക്കാറ്. അപ്പോൾ ഇനിയും ഇത് കഴിക്കാത്തവർ നേരിട്ട് വന്ന് രാമശ്ശേരി കടയിൽ തന്നെ ഇരുന്ന് ഇതിൻ്റെ ഫീൽ അനുഭവിച്ചറിയണേ. അപ്പോൾ വന്ന് കഴിക്കുക, അഭിപ്രായം അറിയിക്കുക. ബൈ.